ഹലോ ഗൈസ്, അപ്പോൾ ഹാർഡ് കോറിൻ്റെ പാർട്ട് 3 ആണിത്. ഇന്ന് എനിക്കധികം സമയമൊന്നുമില്ല റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൈനിങ്ങിൻ്റെ ഇവിടെ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ജോലി. അപ്പം കൂടുതൽ ഡർട്ടൊക്കെ എടുത്ത് മാറ്റാം. ഇത് വല്ലാത്ത ലാഗ് അടിക്കും. ഞാൻ ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി കയറി നോക്കട്ടെ വേൾഡിനകത്ത്. ഓക്കെ, ഇപ്പോൾ ലാഗ് കുറഞ്ഞിട്ടുണ്ട്, ലാഗില്ല അങ്ങനെ. അപ്പോൾ നമുക്കൊന്ന് കളക്ഷൻ ചെയ്ത് കൊടുക്കാം. മൈനിങ്ങിന് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് നമുക്ക് ഡർട്ടൊക്കെ മാറ്റി കൊടുക്കണം. എൻ്റെ ഷവല് പൊട്ടാനായി. സമയത്ത് തന്നെ ഷവലും പൊട്ടും. ഒരു ഷവലുണ്ടാകും. ഒരു പുതിയ കൂടുതൽ തോട് ഓക്കെ, നമുക്കതിന് ഇവിടെ നിന്ന് കുഴിക്കാം. അപ്പോൾ കുഴിച്ച് നമുക്കൊരു എന്താ പറയുക, ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ കണക്കിനുള്ള ആ ഒരു ഏരിയ നമുക്കിവിടെ ഉണ്ടാക്കണം. നമ്മൾ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് കറക്റ്റായിട്ട് വേണം, തട്ടിലും മുട്ടിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. ഇതെപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുന്നു, അവിടെ കൊണ്ട് കൊടുക്കുന്നു. ഇത് നൈറ്റ് ആവുന്നുണ്ട് ഗൈസ്. നൈറ്റ് ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് പണി കൊടുക്കാൻ പറ്റുമോക്കാം. ഒരിക്കലും തീർക്കാൻ പറ്റുമോക്കാം. ഗൈസ്, ഇവിടെ കുളിച്ചിരുന്നു. നമുക്ക് മാർക്ക് ചെയ്ത് പണിയായി. ഉള്ളിൽ കുളിക്കണം, എന്നാലും ഒരു കഞ്ച കിടന്നുറങ്ങിയിട്ട് കുളിക്കാം. കിടന്നുറങ്ങി എഴുന്നേറ്റു. പിന്നെ ഒരു ബ്ലോക്ക് കൂടി ഉള്ളോട്ട് കുളിക്കാൻ പറഞ്ഞാൽ സ്റ്റോൺ അവിടെ നിൽക്കണം. സ്റ്റോൺ നമുക്ക് പിന്നെ പിക്കെക്സ് കൊണ്ട് രണ്ടാമത് പൊട്ടില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് ഡർട്ടൊക്കെ ഒന്ന് ഇതായിരിക്കും. ഓക്കെ, നമുക്കിത് പൊട്ടിച്ചാൽ മതി. പിക്കെക്സ് കൊണ്ട് ഓക്കെ ഗൈസ്, പിക്കെക്സ് കൊണ്ട് പൊട്ടിച്ചു. പക്ഷേ കുഴപ്പമില്ല. ഇവിടെ വേണം മൈനിങ് ഏരിയയുടെ ഫസ്റ്റ് ബ്ലോക്ക്. 1 2 ഓക്കെ, അല്ല ശരി. നമുക്ക് മൈനിങ് ഏരിയ അവിടെ ഉണ്ടാക്കിയാൽ മതി ഗൈസ്. ഈ സാധനം ഇൻവെന്ററിയാണ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പോയിട്ട് നമുക്ക് ഊട്ടി കൊണ്ടുവരാം. നമ്മുടെ 100 days സർവൈവൽ ഇൻ ഹാർഡ് കോർ ആണ്. ഡേ 3 ആയി. നമുക്ക് 100 days സർവൈവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഗൈസ്. 100 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം. ചിലപ്പോൾ അതിന് മുമ്പേ ലെഫ്റ്റ് ആവും. അതിന് മുമ്പേ നമ്മൾ ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് അവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. 100 days ആയി കഴിഞ്ഞാൽ നമ്മൾ സാധാ വേൾഡ് നിർത്താതെ നിർത്തും. മീൻസ് ഞാൻ പറഞ്ഞിട്ടാണ്, ഡെഡായി അവിടെ നിർത്തി. ഇല്ലെങ്കിൽ നമ്മൾ 100 days ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ വേൾഡൊക്കെ നിർത്തുന്ന പോലെ നല്ല സെറ്റപ്പായിട്ട് നിർത്താത്തേ ഉള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് സാധനം വരാൻ, ബോംബുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മീൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളാരും വിട്ടുപോയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ മരം ഒട്ടും ഇഷ്ടമല്ല. ഇത് ഒരുമാതിരി എന്താ പറയുക, വെട്ടാൻ കുറച്ച് പണിയാണ്. പക്ഷെ ഒരുപാട് വുഡ് കിട്ടും, അത് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാലും വെട്ടാൻ പണിയാണ്. നമുക്ക് ഒരു 32 വുഡ് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം.
ഇങ്ങനത്തെ ചെറിയ ബ്രാഞ്ചൊന്നും കുഴപ്പമില്ല, വലിയ മറ്റേ ബ്രാഞ്ചിൽ ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. സംഭവമായിരിക്കണം നമുക്ക് പോയിട്ട് പരിപാടി ചെയ്യാം. പിന്നെ ഗൈസ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ യൂട്യൂബ് ചാനലുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തുടങ്ങിയത്. രണ്ടുപേരും മൈൻക്രാഫ്റ്റ് ഞങ്ങൾ ഗെയിമിംഗ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവൻ്റെ വീഡിയോ പോയി കണ്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം. സൂര്യന എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഇട്ട് വെക്കണം. 1 2 3 4 ഇവിടെ ഇതുപോലെ 1 2 3 4 കറക്റ്റ് പോയിട്ട് വെച്ച് പ്ലാങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് 90+ പ്ലാങ്ക് കിട്ടും. 90+ പ്ലാങ്ക് നമുക്കിവിടെ കിട്ടും. നമുക്ക് 2 സ്റ്റാക്ക് 32 പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിക്കൊണ്ട് 12 ഫെൻസ് ഉണ്ടാക്കി. അത് മതിയാകും, അതൊന്ന് വെച്ചേക്കാം. ഫെൻസും കൂടെ എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യണം. ടാക്സ് കൊട്ടാൻ ഉണ്ടാക്കി. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആക്സം പൊട്ടിയത്. ആക്സ് നമുക്ക് വേറെ പോയിട്ട് ഉണ്ടാക്കാം. നമുക്ക് 2 ആക്സ് ഉണ്ടാകും. ഒരെണ്ണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, ഒരെണ്ണം നമ്മൾ പിന്നെ പൊട്ടി ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ പോയിട്ട് മൂളൊക്കെ ഇവിടെ താഴത്തിട്ട് കുഴിച്ചിട്ടുണ്ട് പോവാം. അയ്യോ എൻ്റെ പീസിലോട്ട് പോയി ടച്ചായി. ഇവിടെ താഴത്തിട്ട് കുഴിച്ചായിരുന്നു സാധനം. ഇതൊക്കെ മൈനിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിവിടുന്ന് മൈൻ ചെയ്ത് പോയി മൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മൈൻ ചെയ്ത് പോയതാണ് നമ്മൾ മൈനിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ജോലിയും തീർത്തിട്ടുണ്ട്. ഇതുകൊണ്ടിട്ട് നേരെ അതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പാത്തുകൊണ്ട് നേരെ എല്ലാം കൂടി പാത്തിലോട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, ആ ഒരു കൂടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തു. ഇനി വേറെ പരിപാടിയും കൂടെ ചെയ്യാം. അതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോൺ കളക്ഷൻ ചെയ്യുന്ന ഏരിയയും കൂടി ഇങ്ങോട്ട് ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ. ഇങ്ങനെ വെച്ചിവിടെ കറങ്ങാൻ പറ്റുമോ? അപ്പോൾ കിട്ടുക ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒച്ച കിട്ടുന്നുണ്ടാവും. ഞാൻ റൂമിലോട്ടൊരു കുറിച്ച് വെട്ടുന്ന ഒച്ച ഉണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ഒരു പരിപാടി ബുദ്ധിമുട്ടായി. കല്ല് ഒരു കഴിഞ്ഞ ഇവിടെ പോയിട്ട് സ്ലാബ് ഉണ്ടാക്കുക, അത് ഓക്കെ 12 സ്ലാബ് ഉണ്ടാക്കി അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പോൾ എന്നാലും ഇറങ്ങാൻ പറ്റൂലേ, വല്ലാത്ത അവസ്ഥയാണല്ലോ. ഇങ്ങനത്തെ സ്ലാബ് വെക്കാൻ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. റെഡിയായി വന്നിട്ട് മൈൻഡ് കൊണ്ട് പോയാൽ മതി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക സ്റ്റോൺ കളക്റ്റിങ് ഏരിയ കൂടി ഉണ്ടായിരുന്നു. സ്റ്റോൺ കളക്ഷൻ ചെയ്യാൻ നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇടുന്ന വീഡിയോക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനോ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഇടണം, ആരും എനിക്കറിയുള്ളൂ. ഫാസ്റ്റ് എത്ര പെട്ടെന്നല്ല ഒരു ഷവര് പൊട്ടുന്നു. അകത്തോടൊന്നും മോണ്ടി ഇവിടുന്ന് ഉണ്ടാക്കിയാൽ മതി. ഇവിടുന്ന് ഉണ്ടാക്കരുത്, പക്ഷെ സ്റ്റിക്കില്ല. ഷവല് രണ്ടെണ്ണം ഉണ്ടാക്കി ആ സ്ലാബും കൂടി ഇങ്ങോട്ട് വച്ചേക്കാം. എനിക്ക് നമ്മൾ 100 days ഇവിടെ ആർമല്ലാതെ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്കാരും ആർമറൊന്നും ഉണ്ടാവില്ല, നമ്മൾ മൈനിങ്ങിനൊന്നും പോവില്ല. അതിൽ 100 days തീർക്കാനും നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അതെ. ഇവിടെ നൈറ്റായി ഉറങ്ങിയിട്ട് ബാക്കി പഠിക്കുന്നുള്ളൂ. കാരണം ദിസ് ഈസ് ഹാർഡ് കോർ. നമുക്ക് നിങ്ങൾക്ക് ഇനി വീഡിയോ ലോങ് വേണോ അതോ ഷോർട്ടായിട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനേക്കാളും ലോങ് ആക്കണോ അതോ ഷോർട്ട് ആക്കണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പഠിച്ചവനെ വരുന്നു. ഹാർഡ് കോർ ഈ കുന്തം കണ്ടിപ്പ സ്മൂത്ത് എന്ത്. അതെ, വേറൊരു സോംബി വരുന്നുണ്ട്. സോംബിനൊന്നും നേരം തൊടിച്ചൂടെ? ഹാർഡ് കോർ സീരീസ് നേരം തൊടിച്ച അവന്മാർ നമ്മളെ തട്ടും. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് കുഴിച്ച് ഇത് മൈനിങ് ഏരിയ പോലെ ആക്കണ്ട ഗൈസ്. നമുക്ക് സ്റ്റോൺ ഇങ്ങനെ കളക്ട് ചെയ്യാനായിട്ടൊരു ഏരിയ ആണ്. സ്റ്റോൺ കളക്ട് ഏരിയ എന്ന് വിളിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. അവൻ്റെ നിന്ന് നമുക്ക് ആർമർ ഒന്നില്ലെന്ന് പറഞ്ഞുള്ളൂ. വേല പ്രൊട്ടക്ഷൻ ഉള്ള ആർമർ നമുക്ക് കിട്ടി. കണ്ട, ആർമർ ഇല്ലെങ്കിൽ എന്താ, എനിക്ക് ആർമറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിക്കോളും. 62 ഇതായി ഗൈസ്, 62 കല്ലായി, 62 സ്റ്റോൺ, 64 സ്റ്റോണായി ഗൈസ്. അതിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻവെൻ്ററിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മുടെ. അല്ലെങ്കിൽ ഇനി ശരിയാണ്, ഈ ഗെയിമിനകത്ത് 10,000 ഐറ്റംസ് കൊണ്ട് ആ പഠിച്ചിട്ട് ചെറിയൊരു ഇൻവെൻ്ററി ഉണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ വർക്കാവുന്നില്ല.
ഇത് തണ്ടർസ്ട്രോം ആണെന്നില്ല. അങ്ങനെ തണ്ടർസ്ട്രോം അങ്ങനാണെങ്കിൽ നമ്മൾ തീർന്നു. ഇവിടെ ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കല്ലിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെയ്യേണ്ട ജോലികൾ തീർത്തിട്ടുണ്ട്. ഒന്ന് മൈനിങ്ങിലായിട്ട്, ഒന്ന് സ്റ്റോൺ ആക്റ്റീവ് ഏരിയ ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഇൻവെൻ്ററി ക്ലീൻ ചെയ്തിട്ട് പോയി കിടന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കണ്ടസ്റ്റോമല്ല, സാധാ മഴയാന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഒരു ഇതുണ്ടാകും, എന്താ പറയുക, ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡില്ലാതെ മൈൻക്രാഫ്റ്റ് നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഐറ്റമാണ് ഷീൽഡ്. ബാക്കി രണ്ടേ സേഫായിട്ട് പഠിക്കാൻ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ 5 ലെതർ കിട്ടിയാണ്. അതുകൊണ്ട് നമുക്കൊരു ബൂട്ട് ഉണ്ടാക്കാം. 5 ലെതർ കൊണ്ട് ബൂട്ടല്ല, ഒരു ഹെൽമെറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഈ ഹെൽമെറ്റും ആ ഹെൽമെറ്റും കൂടി ഒരു പുതിയ ശരിയാലും അത് കുഴപ്പമില്ല. പുതിയ ഹെൽമെറ്റ് ഉണ്ടാക്കാം നമുക്ക്. ഉറങ്ങാൻ പറ്റുമോ ഇപ്പോൾ? ഇല്ല, ഇപ്പോൾ സാധാ മഴ ഉറങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് നാളെ വാ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.